സംഘപരിവാറിനെ എല്ലാ കാലത്തും അകറ്റി നിർത്തിയ ചരിത്രമുള്ള നാടാണ് നമ്മുടെ കേരളം. അതിന് നിരവധി കാരണങ്ങളുമുണ്ട്. അത് അങ്ങനെ തന്നെ തുടരണമെന്നത് വ്യക്തമാക്കുന്ന ഒടുവിലത്തെ സംഭവമാണ് IT ജീവനക്കാരനായ കോട്ടയം എലിക്കുളം സ്വദേശി അനന്തു അജിയുടെ ആത്മഹത്യയും അതിനുശേഷം ഇൻസ്റ്റഗ്രാമിൽ ഷെഡ്യൂൾ ചെയ്ത വീഡിയോ പുറത്തു വന്ന സംഭവവും. അതീവ ഗുരുതരമായ ആരോപണങ്ങളാണ് അനന്തു അജി തന്റെ മരണത്തിന് മുൻപായി RSSനെതിരെയും RSS നേതാവായ നിതീഷ് മുരളീധരനെതിരെയും മറ്റ് RSS നേതാക്കൾക്കെതിരെയും ഉയർത്തിയത്. ഇപ്പോഴിതാ വിഷയത്തിൽ സമഗ്ര അന്വേഷണം വേണമെന്ന ആവശ്യവുമായി മുന്നോട്ട് വന്നിരിക്കുകയാണ് വയനാട് എംപിയും കോൺഗ്രസ് നേതാവുമായ പ്രിയങ്ക ഗാന്ധി. RSS ശാഖയിൽ തുടരെ ലൈംഗിക പീഡനത്തിന് ഇരയായെന്ന് ആരോപിച്ച് യുവാവ് ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ അന്വേഷണം വേണമെന്നും അന്വേഷണം വിട്ടുവീഴ്ചയില്ലാത്തതും സമഗ്രവുമായിരിക്കണമെന്നും പ്രിയങ്ക ഗാന്ധി ആവശ്യപ്പെടുന്നു. വിഷയത്തിൽ RSS നേതൃത്വവും അടിയന്തരമായി നടപടി സ്വീകരിക്കണം. ഇത്തരം നീചമായ കുറ്റകൃത്യങ്ങളിൽ നിശബ്ദത അവസാനിപ്പിക്കണമെന്നും പ്രിയങ്ക ഗാന്ധി കുറിച്ചു. തന്റെ മരണമൊഴിയാണെന്ന് സൂചിപ്പിക്കുന്ന കുറിപ്പിൽ 4 വയസ്സുള്ളപ്പോൾ ശാഖയിൽ വെച്ച് RSS പ്രവർത്തകൻ ലൈംഗികമായി പീഡിപ്പിച്ചെന്നും RSSലെ പലരിൽ നിന്നും ലൈംഗിക പീഡനം നേരിടേണ്ടി വന്നിട്ടുണ്ടെന്നും ഇത് തന്നെ വിഷാദ രോഗത്തിന് അടിമയാക്കിയെന്നും യുവാവ് ആരോപിച്ചിരുന്നു. ലൈംഗിക പീഡനം മാത്രമല്ല, ക്രൂരമായ ആക്രമണത്തിനും ഇരയായി. അവരുടെ ദണ്ടുപയോഗിച്ച് തന്നെ തല്ലിയിട്ടുണ്ട്. ഇതിൽ നിന്ന് പുറത്തു വന്നതുകൊണ്ടാണ് തനിക്കിത് പറയാൻ പറ്റിയതെന്നും തനിക്ക് ഇത്രയും വെറുപ്പുള്ള ഒരു സംഘടന ഇല്ലെന്നും കുറിപ്പിലുണ്ട്. താൻ വർഷങ്ങളോളം പ്രവർത്തിച്ച സംഘടനയായതുകൊണ്ട് നന്നായി അറിയാം. ജീവിതത്തിൽ ഒരിക്കലും RSS പ്രവർത്തകനെ സുഹൃത്താക്കരുതെന്നും യുവാവ് എഴുതിയിട്ടുണ്ട്. താൻ മാത്രമല്ല, പല കുട്ടികളും പീഡിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ഇവരെയൊക്കെ രക്ഷപ്പെടുത്തി ശരിയായ കൗൺസിലിംഗ് നൽകണം. താൻ ഇപ്പോൾ അനുഭവിക്കുന്ന OCD എത്ര ഭീകരമാണെന്ന് പറഞ്ഞറിയിക്കാനാകില്ല. OCD ഉള്ള ഒരാളുടെ മനസ്സ് ഒരിക്കലും ഒരാളുടെ കയ്യിൽ നിൽക്കില്ല. മനസ്സ് മറ്റൊരാൾ നിയന്ത്രിക്കുന്നത് പോലെയുള്ള അവസ്ഥയാണിതെന്നും കുറിപ്പിൽ പറഞ്ഞിരുന്നു. ഇതിന് പിന്നാലെയാണ് കഴിഞ്ഞ ദിവസം അനീഷ് ആത്മഹത്യ ചെയ്യുന്നതിന് മുമ്പ് ഷൂട്ട് ചെയ്ത വീഡിയോയും പുറത്തു വന്നത്. എന്തിനാണ് ആത്മഹത്യ ചെയ്യുന്നതെന്ന് ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് വ്യക്തമാകുമെന്ന് പറഞ്ഞാണ് വീഡിയോ തുടങ്ങുന്നത്. നിതീഷ് നാരായണൻ എന്നയാളാണ് പീഡിപ്പിച്ചതെന്നും അനന്തു പറയുന്നുണ്ട്. നേരത്തെ NM എന്നയാൾ പീഡിപ്പിച്ചുവെന്ന് മാത്രമായിരുന്നു പറഞ്ഞിരുന്നത്. അയാൾ വിവാഹം കഴിച്ച് സുഖമായി ജീവിക്കുന്നു. താനൊരു ലൈംഗികാതിക്രമ ഇരയാണെന്നും അനീഷ് പറയുന്നു. ജീവിതത്തിൽ ഒരിക്കലും RSSുമായി ഇടപഴകരുത്. 3-4 വയസ്സുള്ളപ്പോൾ വീടിനടുത്തുള്ളയാൾ പീഡിപ്പിച്ചു. ഇതിനൊന്നും തന്റെ പക്കൽ തെളിവില്ലെന്നും അനീഷ് വീഡിയോയിൽ പറയുന്നുണ്ട്. എന്റെ ജീവിതം കുറച്ച് കഷ്ടപ്പാടുകൾ നിറഞ്ഞതാണ്. ഞാനൊരു ഇരയാണ്. 3-4 വയസ്സ് മുതൽ ഞാൻ തുടരെ ലൈംഗിക പീഡനത്തിനിരയായി. ഇതാണ് OCDക്ക് കാരണം. ഞാൻ നേരിട്ടത് അബ്യൂസ് ആണെന്ന് മനസ്സിലായത് കഴിഞ്ഞ വർഷം മാത്രമാണ്. എന്നെ അബ്യൂസ് ചെയ്തയാൾ വിവാഹം കഴിച്ച് സുഖമായി ജീവിക്കുന്നു. അവനൊന്നും അറിയണ്ട. OCD വന്ന ആളുടെ മനസ്സ് എങ്ങനെയാണെന്ന് പറഞ്ഞ് മനസ്സിലാക്കാൻ കഴിയില്ല. 3 വയസ്സ് മുതൽ ഞാൻ പീഡനത്തിനിരയായി വന്നു. പുറത്തു പറയാൻ പേടിയായിരുന്നു. ആളുകൾ തെളിവുണ്ടോ എന്ന് ചോദിക്കും. തെളിവില്ല. എനിക്ക് അമ്മയും സഹോദരിയുമാണ് എല്ലാം. അവർ കാരണമാണ് ഇത്രയും നാൾ ജീവിച്ചിരുന്നത്. ഇതുപോലൊരു അമ്മയും സഹോദരിയും ലഭിക്കാൻ പുണ്യം ചെയ്യണം. എനിക്ക് ഒരു നല്ല മകനോ ചേട്ടനോ ആകാൻ കഴിഞ്ഞില്ല. പല സ്ഥലങ്ങളിൽ നിന്ന് ഞാൻ പീഡനത്തിനിരയായി. ആണുങ്ങളാണ് പീഡിപ്പിച്ചത്. ജീവിതത്തിൽ നമ്മൾ ഒരിക്കലും ഇടപഴകരുതാത്ത ചില ആളുകളുണ്ട്. അവരാണ് RSSകാർ. അവരുടെ ക്യാമ്പുകളിൽ ഭയങ്കര മോശമായ സാഹചര്യമാണുള്ളത്. ടോർച്ചറാണ് അവിടെ നടക്കുന്നത്. മെന്റലി, ഫിസിക്കലി, സെക്ഷലി അവർ അബ്യൂസ് ചെയ്യും. കുട്ടികളെയാണ് പീഡിപ്പിക്കുന്നത്. ഫിസിക്കലിയും അബ്യൂസ് ചെയ്യുന്നുണ്ട്. പലതും ചെയ്യുന്നുണ്ട്. തെളിവ് ചോദിച്ചാൽ നൽകാനില്ല. ഇത്ര വർഷം കഴിഞ്ഞാൽ എവിടെയാണ് തെളിവ്? ലൈഫിൽ ഒരിക്കലും RSSകാരനുമായി ഇടപഴകരുത്. പലർക്കും എന്റേതിന് സമാനമായ അനുഭവം നേരിടേണ്ടി വന്നു. ആരും തുറന്നു പറയാത്തതാണ്. എന്നെ പീഡിപ്പിച്ചയാൾ നിതീഷ് മുരളീധരനാണ്. എല്ലാവരുടെയും കണ്ണൻ ചേട്ടൻ. ലൈഫ് ലോങ് പീഡിപ്പിക്കുന്നവർക്ക് പീഡിപ്പിച്ചിട്ട് പോയാൽ മതി. അത് ജീവിതകാലം മുഴുവനും അനുഭവിക്കണം. ഞാൻ ഒരു വിധത്തിലാണ് ജീവിച്ചു പോകുന്നത്. എനിക്ക് ജീവിക്കാൻ കഴിയില്ല. ശരിക്കും മടുത്തിരിക്കുന്നു. ഇത്തരത്തിലായിരുന്നു അനീഷ് ജി വീഡിയോയിൽ പറഞ്ഞ വാക്കുകൾ.